നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുകയാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രക്ഷോഭം രാജ്യവ്യാപകമായി തുടരുന്നു. അസമിലടക്കം വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരവും മന്ത്രിസഭ തീരുമാനമായി അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, UDFന്റെ രാജ്ഭവൻ മാർച്ചും പുരോഗമിക്കുന്നു. വലിയ പ്രക്ഷോഭത്തിന് കേരളവും സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ന്യൂസ് 18ന്റെ മെഗാ ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ ഇന്ന് വൈകുന്നേരം പുറത്തുവരും. വൈകിട്ട് 6 മുതൽ 10 വരെയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഫലങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സംസ്ഥാനവും നിയമ പോരാട്ടത്തിന്. സുപ്രീം കോടതിയിൽ ഹർജി നൽകും. കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ച് തുടരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ചിനെതിരെ കേസ്. കേന്ദ്രത്തിന്റെ 5000 കോടി വായ്പ വേണ്ടെന്നു കേരളം. തുക പോരെന്നും 10,000 കോടി നൽകണമെന്നും സുപ്രീം കോടതിയിൽ. പണം വാങ്ങിക്കൂടെയെന്ന് കോടതി. വായ്പ നൽകുന്നതിൽ എല്ലാ സംസ്ഥാനങ്ങളോടും ഒരേ നിലപാടെന്നു കേന്ദ്രം. BJPയുടെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. ഹിമാചൽ പ്രദേശും മഹാരാഷ്ട്രയും ഉൾപ്പെടെ 140-ലേറെ സീറ്റുകളിൽ. തെരഞ്ഞെടുപ്പ് സാഹചര്യം ചർച്ച ചെയ്യാൻ KPCC ഭാരവാഹികളുടെയും DCC അധ്യക്ഷന്മാരുടെയും യോഗം ഇന്ന്. LDFനായി പ്രചാരണത്തിനിറങ്ങാൻ കോൺഗ്രസ് വിമതൻ AV ഗോപിനാഥ്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. കൺവെൻഷൻ വിളിച്ചു. ആലത്തൂരിൽ K രാധാകൃഷ്ണൻ മികച്ച സ്ഥാനാർത്ഥിയെന്നും ഗോപിനാഥ്. അതിരപ്പള്ളിയിലെ എണ്ണപ്പനത്തോട്ടത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പനെ ചികിത്സിക്കാനുള്ള ശ്രമം പരാജയം. ആന കാട്ടിലേക്ക് തിരികെ കയറി. ആനയെ കണ്ടത് തോട്ടത്തിൽ അവശനിലയിൽ. അടിമാലി കാഞ്ഞിരവേലിയിൽ വീണ്ടും ഒറ്റക്കൊമ്പന്റെ ആക്രമണം. വീണ്ടും നമ്മളെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാകുമ്പോൾ, രാഷ്ട്രീയത്തെക്കുറിച്ചും സ്ഥാനാർത്ഥികളെക്കുറിച്ചും മാത്രം ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും വിപുലമായി അഭിപ്രായം തേടാൻ മറ്റാർക്കുമാവില്ല. ഇത്രയും ആധികാരികമായി പറയാനാകില്ല. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ മാർച്ച് 13-നും 14-നും വൈകിട്ട് 6 മുതൽ 10 വരെ ന്യൂസ് 18-ൽ മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ വോട്ടർമാർ ആർക്കൊപ്പം? കേരളത്തിൽ മുൻതൂക്കമാർക്ക്. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം ഇന്ന് വൈകിട്ട് 6 മുതൽ 10 വരെ തത്സമയം. പുറത്തുവിടുന്നത് 21 സംസ്ഥാനങ്ങളിലായി 1 ലക്ഷത്തിലേറെ പേരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ. റബ്ബർ വില വർദ്ധിക്കുന്നു. ആഗോള വിപണിയിൽ ഡിമാൻഡ് വർദ്ധിച്ചു. പരമാവധി കയറ്റുമതിക്കായി റബ്ബർ ബോർഡ്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിലനിൽപ്പിന്റെ പോരാട്ടം. ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മത്സരം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം ഇന്ന്. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം ഇന്ന് പുറത്തുവിടും. വൈകിട്ട് 6 മുതൽ 10 വരെയാണ് ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ ഇന്നും നാളെയുമായി ന്യൂസ് 18 ചാനലിലൂടെ പുറത്തുവിടുക. 21 സംസ്ഥാനങ്ങളിലായി 1 ലക്ഷത്തിലേറെ പേരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സമാഹരിച്ചാണ് സർവേ ഫലം തയ്യാറാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒപ്പീനിയൻ പോളാണ് ന്യൂസ് 18-ന്റേത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലം ഇന്നറിയാം. നാളെ ഹിന്ദി ഹൃദയ ഭൂമിയിലെ സംസ്ഥാനങ്ങളുടെയും മൊത്തത്തിലുള്ള ഫലമായിരിക്കും പുറത്തുവിടുക. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ആധികാരികമായ സർവേയാണ്. എല്ലാ മണ്ഡലങ്ങളിലെയും ജനങ്ങളുമായി സംവദിച്ചുള്ള സർവേ കൂടിയാണ്. എന്തൊക്കെ പ്രത്യേകതകളാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്?
രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ എന്നുള്ളത്. വൈകിട്ട് 6 മണിക്ക് മുതൽ രാത്രി 10 മണി വരെയാണ് ഇതിൻ്റെ ആദ്യഘട്ടം നടക്കുന്നത്. അങ്ങനെ ഇന്നും നാളെയുമായാണ് ഈ മെഗാ ഒപ്പീനിയൻ പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 1 ലക്ഷത്തിലധികം പേരുടെ ഒപ്പീനിയൻസ് നമ്മൾ കളക്ട് ചെയ്തിരുന്നു. സമാഹരിച്ചതിലൂടെ അത് ക്രോഡീകരിച്ച് അതിൻ്റെ വിശദമായ വിവരങ്ങൾ തന്നെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ അതേത് തരത്തിലാണ് ജനങ്ങൾക്ക് ഗുണം ചെയ്തത്, അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഏകദേശം 25ഓളം ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിരുന്നു. അത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുന്നു. അതായത് യുവാക്കളുടെയും ഒപ്പം തന്നെ സ്ത്രീകളുടെയും മറ്റ് സാമുദായിക സംഘടനകളിൽ നിന്നുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ തേടുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും, അതായത് ഇന്ന് നമ്മൾ പുറത്തുവിടുന്ന 21 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളിൽ നിന്നും, അതായത് ക്രോഡീകരിച്ച് നമ്മൾ എടുത്തിട്ടുള്ള ഓരോ ജനങ്ങളിൽ നിന്നും നമ്മൾ അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ തന്നെയാണ് നമ്മൾ ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ജനങ്ങളുടെ മനസ്സിൽ എന്താണ്, ഇവരുടെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ്, ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, എന്തിന് വോട്ട് ചെയ്യുന്നു, അതൊക്കെ തന്നെ പ്രകടമാകുന്ന ഒരു മെഗാ ഒപ്പീനിയൻ പോൾ തന്നെയാണ് ന്യൂസ് 18 പുറത്തുവിടാൻ പോവുകയും ചെയ്യുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങൾ വൈകിട്ട് 6 മണി മുതൽ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 25ഓളം ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മാറിയിട്ടുണ്ട് ഈ ഭരണത്തിൽ, അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്. അതിൽ നിരവധി ഓപ്ഷനുകൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അത് കൃത്യമായിട്ടുള്ള മറുപടികൾ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ക്രോഡീകരിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിടും. പിന്നീടുള്ളത് അടുത്ത ഒരു വർഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്, അടുത്ത ഒരു സർക്കാർ വരുമ്പോൾ അവർ ഏത് തരത്തിലായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക രീതി മാറ്റാൻ പോകുന്നത്, അതിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ് എന്നുള്ള ചോദ്യം നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിലവിൽ സിറ്റിംഗ് എംപിമാർ, അതായത് ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ച് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ചിട്ടുള്ള സിറ്റിംഗ് എംപിമാർ, ആ മണ്ഡലങ്ങളിലെ വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഈ ഒരു അഭിപ്രായ സർവേ നടത്തിയിട്ടുണ്ട്. ആ എംപിമാർ ഏതൊക്കെ തരത്തിൽ പ്രവർത്തനം തെളിയിച്ചിട്ടുണ്ട്, അവരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, അവരുടെ മോശ പ്രകടനമാണെങ്കിൽ കാഴ്ചവെച്ചതെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്താനുള്ള അവസരം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ വിവിധ ഓപ്ഷനുകൾ നമ്മൾ അവർക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവർ കൃത്യമായി രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു ഒപ്പീനിയൻ പോൾ പുറത്തേക്ക് വിടാൻ പോകുന്നത്. മറ്റു ചോദ്യങ്ങൾ, അതായത് ഇന്ത്യ സഖ്യ രൂപീകരണം ഈ ഒരു കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് തന്നെയാണ് ഈ രൂപീകരണം ഉണ്ടായത്. ആ ഇന്ത്യ സഖ്യം ഏത് തരത്തിലാണ് ഇത്തരത്തിലെ ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നത്, അതിൽ ജനങ്ങളുടെ വിശ്വാസമെന്ത്, ജനങ്ങളുടെ നിലപാടെന്ത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള ഭാരത് ജോഡോ യാത്ര, അത് ഏതു തരത്തിൽ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലൂടെ നടത്തിയപ്പോൾ 2 ഘട്ട യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഈ 2 ഘട്ട യാത്രയിലും ഏതു തരത്തിലാണ് ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടുള്ളത്, ഏത് തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഇരിക്കുന്ന ഈ ഒരു വേളയിൽ ഏത് തരത്തിലാണ് ജനങ്ങൾക്കത് ഗുണകരമായിട്ടുള്ളത്, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കേന്ദ്ര സർക്കാർ, അതായത് നിലവിൽ BJP സർക്കാരിനെ NDA സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ്, അതിലെന്ത് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അതിനൊക്കെ കൃത്യമായ ഒപ്പീനിയൻ അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ആനുപാതികമായി അത് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടി എന്നോളം തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു അഭിപ്രായ സർവേ നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇന്ന് 21 സ്റ്റേറ്റിലെ അഭിപ്രായ സർവേ ആണ് നടത്തുന്നത്. അതിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിലെ നിലവിലെ സർക്കാർ, LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ്, അത് എത്രത്തോളം മെച്ചപ്പെട്ടതാണ്, ഏത് രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ, MLA-മാരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും, കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ കൃത്യമായ ഒപ്പീനിയൻസ് ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇന്ന് വൈകിട്ട് പുറത്തുവിടുകയും ചെയ്യും. നാളെ ഹിന്ദി ഹൃദയഭൂമിയിലുള്ള സംസ്ഥാനങ്ങളുടെ വിവരങ്ങളാണ് നടത്തുന്നത്. വൈകിട്ട് 6 മണി മുതലാണ് പ്രേക്ഷകർക്ക് തത്സമയം ഈ മെഗാ ഒപ്പീനിയൻ പോൾ കാണാം. തീർച്ചയായും, അതായത് ഇന്ന് വൈകിട്ട് കേരളത്തിലെ അടക്കം വിവരങ്ങൾ പുറത്തു വരും. വിവിധ ചോദ്യാവലികളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ക്രോഡീകരണമുണ്ട്. ഇതൊക്കെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും. നാളെയാണ് BJP പ്രതീക്ഷ അർപ്പിക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ അടക്കം സർവേകൾ പുറത്തുവരിക. ഏതായാലും ഇന്ന് വൈകിട്ട് 6 മുതൽ 10 വരെയാണ് മെഗാ ഒപ്പീനിയൻ പോൾ സർവേ പ്രേക്ഷകർക്കായി ന്യൂസ് 18-ലൂടെ അവതരിപ്പിക്കുക. മറ്റു വാർത്തയിലേക്ക് പോയാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരള സർക്കാരും നിയമ നടപടിക്ക് എന്നുള്ളതാണ്. കാരണം നേരത്തെ മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ കക്ഷി ചേർന്നിരുന്ന നിയമ നടപടിയായി മുന്നോട്ട് പോയ പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാനാണ് ഇപ്പോൾ ഏറ്റവും പുതിയ നീക്കം. ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് ഈ തീരുമാനം എന്നും മനസ്സിലാകുന്നു. സംസ്ഥാനത്ത് CAA നടപ്പിലാക്കില്ല എന്ന്
നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം അഭിപ്രായം പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. പ്രതിഷേധവും തുടരുന്നുണ്ട്. കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ച് ഇപ്പോഴും തുടരുന്നുണ്ട്. മുസ്ലിം ലീഗും ഡിവൈഎഫ്ഐയും ഇതിനോടകം സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പൗരത്വ നിയമത്തിനെതിരെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തതും ഇന്ന് വലിയ വാർത്തയായി. PT ബൽറാം ഉൾപ്പെടെയുള്ള അവർ ഈ വിഷയത്തിൽ പ്രതികളാണ്. TJ സജിത്തും VV വിനോദും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം സയ്യിദിലേക്ക് ഒന്ന് പോകണം. സയ്യിദ്, ഈ സംസ്ഥാന സർക്കാരും നിയമ നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നേരത്തെ മുസ്ലിം ലീഗ് ഇതിന് ആദ്യഘട്ടത്തിൽ തന്നെ നിയമപോരാട്ടം അതൊക്കെ ആ കേസ് കോടതിയിൽ നടക്കുകയാണ്. ഡിവൈഎഫ്ഐയും നിയമപോരാട്ടത്തിൽ ഒരുങ്ങുകയാണ്. സർക്കാർ കൂടി നിയമസഭ പ്രമേയം പാസാക്കിയതാണ് ഇതിനെതിരെ. സർക്കാർ കൂടി ഈ നിയമപോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് പ്രതീക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്? ഒപ്പം ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നു എന്നതും വ്യക്തമാവുകയാണ്. രഞ്ജിത്ത്, പ്രതീക്ഷിച്ച ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. കാരണം ഈ പൗരത്വ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് ഇടതുമുന്നണിയുടെയും സർക്കാരിൻ്റെയും ഒക്കെ ഒരു പൊതു നിലപാട് അങ്ങനെയാണ്. മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു, ഒരു കാരണവശാലും സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. ആ ഒരു ഉറപ്പ് മുഖ്യമന്ത്രി ഈ വിജ്ഞാപനം പുറത്തിറങ്ങിയപ്പോൾ തന്നെ പങ്കുവച്ചതാണ്. ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ടായിരുന്നു. മന്ത്രിസഭാ യോഗമാണ് സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം ഔദ്യോഗികമായി തന്നെ നടത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം രാഷ്ട്രീയമായി നേരിടുന്നതിനോടൊപ്പം നിയമപരമായി നേരിടാൻ സംസ്ഥാന സർക്കാർ കൂടി ഒരു ഔദ്യോഗിക മുഖമായി തന്നെ മുന്നോട്ട് വരുന്നു എന്നതാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ കേരള സർക്കാർ കൂടി ഇതിനെ നിയമപരമായി നേരിടുന്നു. ഈ വിജ്ഞാപനത്തിന് സ്റ്റേ വാങ്ങിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി പോകാനാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമാണ്. അതുകൊണ്ടുകൂടി സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നത് സ്വാഭാവികമായും നോക്കിക്കാണപ്പെടും. അത് മുന്നിൽ കണ്ടുകൂടിയാണ് സർക്കാർ വേഗത്തിൽ ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. CPIM-ഉം മറ്റ് ഇടതു പാർട്ടികൾക്കും മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കമുള്ള കക്ഷികൾക്ക് പുറമെ നിയമ പോരാട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാർ കൂടി വരുന്നു എന്നതാണ് ഇതിൻ്റെ ചിത്രം. അതേസമയം ഈ സർക്കാർ മുന്നിൽ വെല്ലുവിളിയാവുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ നടന്ന സമരങ്ങളിൽ എടുത്ത കേസുകൾ എന്തുകൊണ്ട് പിൻവലിക്കപ്പെട്ടില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. പക്ഷേ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമ പോരാട്ടത്തിലേക്ക് സംസ്ഥാന സർക്കാരും കടക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഈ നിയമവൃത്തങ്ങളൊക്കെ സഹിതവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പൗരത്വ ഭേദഗതി നിയമം കോടതിയിൽ ചോദ്യം ചെയ്യാവുന്നതാണ്. കാരണം മതപരമായി ഇത്തരം ഡിവിഷൻസ് പാടില്ല എന്നുള്ളതാണ്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കോടതി പ്രകടിപ്പിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. അപ്പോൾ സംസ്ഥാന സർക്കാരും ആത്മവിശ്വാസത്തോടെ ഇതിനിറങ്ങുമ്പോൾ ഒരു കേവല നിയമ പോരാട്ടം എന്നതിനപ്പുറം മറ്റ് പല ലക്ഷ്യങ്ങളുമുണ്ട്. കാരണം കേരളത്തിൽ ഈ CAA-ക്കെതിരെ പോരാടുന്നതിൽ പ്രധാനി LDF ആണ്, CPM ആണ്, സർക്കാരാണ് എന്ന് വരുത്തി തീർക്കുകയും വേണം. തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലും അത് വളരെ പ്രധാനമാണ്. തീർച്ചയാണ് രഞ്ജിത്ത്, രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, നിയമപരമായി ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട് നിയമപരമായ ഒരു വിജയം നേടി പൗരത്വ ഭേദഗതി നിയമത്തിൽ നടപ്പിലാക്കുന്നതിന് താൽക്കാലികമായെങ്കിലും ഒരു സ്റ്റേ വാങ്ങിച്ചെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞാൽ അത് വലിയ വിജയമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. മറ്റൊന്ന്, നിയമ പോരാട്ടത്തിലേക്ക് സർക്കാർ കടന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയമായ തിരിച്ചടിയാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് വരുന്നത്. ഈ രണ്ട് ഘടകങ്ങളുമുണ്ട്. ഒന്ന്, കോടതിയിൽ നിന്ന് അനുകൂലമായോ പ്രതികൂലമായോ തീരുമാനം ഉണ്ടായെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിലേക്ക് കടക്കേണ്ടത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരമൊരു നീക്കമുണ്ടാവുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, ഈ പൗരത്വ ഭേദഗതി നിയമം പ്രായോഗിക തലത്തിൽ കേരളത്തെ ബാധിക്കുന്ന ഒരു സംസ്ഥാനമല്ല. എന്നിട്ടുകൂടി കേരളം ഇത്തരമൊരു നീക്കം നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വേഗത്തിലുള്ള തീരുമാനങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാവുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും സംസ്ഥാന സർക്കാർ കൂടി നിയമ പോരാട്ടത്തിന് ഈ വിഷയത്തിൽ ഒരുങ്ങുന്നു എന്നത് നിർണായകമാണ്. സയ്യിദ് പറഞ്ഞതുപോലെ കേരളത്തെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമല്ല CAA. പക്ഷേ അത് രാഷ്ട്രീയമായ ഒരുപാട് അർത്ഥങ്ങൾ CPM അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു തരത്തിലും കേരളത്തെ ബാധിക്കാത്തൊരു വിഷയത്തിൽ നിയമ പോരാട്ടത്തിന് പോകുമ്പോൾ പൗരത്വ ഭേദഗതിക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തുന്നത് കേരളമാണ് എന്ന ഇമേജ് ദേശീയതലത്തിൽ സൃഷ്ടിക്കണം. ഒപ്പം കേരളത്തിൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. നമുക്ക് VV വിനോദിലേക്ക് കൂടി ഒന്ന് പോകണം. വിനോദ്, വലിയ പ്രക്ഷോഭം കേരളത്തിൽ, അസം കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രക്ഷോഭം കാര്യമായി നടക്കുന്നത് കേരളത്തിലാണ് എന്ന് മനസ്സിലാക്കണം. ഇന്നലെ രാജ്ഭവൻ മാർച്ച് ഉണ്ടായിരുന്നു. ഇന്നും കോൺഗ്രസിന്റെ മാർച്ച് പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ, അതിന്റെ സാഹചര്യം എന്താണ്?
രഞ്ജിത്ത്, അസമിൽ ഏതാണ്ട് 10 ലക്ഷത്തോളം പേരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ നിലയ്ക്കാണ് ആശങ്ക നിലനിൽക്കുന്നത്. കേരളത്തിലാകട്ടെ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട് അപേക്ഷയോ ഹർജികളോ ഒന്നും തന്നെ സർക്കാരിന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയ നിലപാട് എന്ന നിലയ്ക്ക് ഈ വിഷയം ഏറ്റെടുക്കുകയും അത് രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. LDFും UDFും ഒരേ രീതിയിൽ തന്നെ ഒരേ ആവേശത്തോടു കൂടി അല്ലെങ്കിൽ കൃത്യമായി തങ്ങളുടെ നിലപാട് ഈ നിയമത്തിന് എതിരാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. അതേസമയം നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഈ നിയമത്തെ LDFും UDFും ഒരുപോലെ എതിർക്കുമ്പോൾ തന്നെ പരസ്പരം പോരടിക്കുന്നുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആത്മാർത്ഥത ഇല്ലാത്ത നിലപാടാണ് സർക്കാരിനെന്ന് പ്രതിപക്ഷം പറയുന്നു. നേരത്തെ തന്നെ ഈ നിയമം വന്ന സമയത്തെടുത്ത കേസുകളുണ്ട്. ആ കേസിൽ അക്രമ സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല. ഇപ്പോഴും 100 കണക്കിന് കേസുകളിൽപ്പെട്ട് ആളുകൾ കോടതി കയറി ഇറങ്ങുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. പി രാജീവ് ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. മുദ്രാവാക്യം നോക്കിയല്ല കേസുകൾ എടുക്കുന്നത്. ഇപ്പോൾ ഇക്കാര്യം പറയുന്നത് വിഷയം മാറ്റിവിടാനാണ്, വഴിതിരിച്ചുവിടാനാണ്. നിയമപരമായ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകുമ്പോൾ RSSും സംഘപരിവാറും ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ പരിഭാഷ അത് മലയാളത്തിൽ പ്രതിപക്ഷം പറയുന്നു എന്ന കാര്യം പി രാജീവ് പറയുന്നു. സർക്കാരിൻ്റെ ഭാഗമായി അത്തരമൊരു നിലപാട് മന്ത്രി എടുക്കുന്നു. മാത്രവുമല്ല, DYFI നേരത്തെ തന്നെ ഹർജി കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് സർക്കാർ തന്നെ നേരിട്ട് കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുന്നത്. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് കാലമാണ്. അതിൻ്റെ ഒരു ലക്ഷ്യം കൂടി ഇതിലുണ്ട്. മുസ്ലിം പ്രീണനം സർക്കാർ നടത്തുന്നുവെന്ന് MM ഹസൻ ആരോപിക്കുന്നു. ഇതൊന്നും നമുക്ക് ഒറ്റ നോട്ടത്തിലോ ഒറ്റ വരിയിലോ പറഞ്ഞു പോകാൻ കഴിയുന്ന കാര്യങ്ങളല്ല. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ചേർത്ത് വെക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നിയമത്തിനെതിരെ LDFും UDFും ഒരേ സ്വരത്തിൽ എതിർത്ത് നിൽക്കുമ്പോൾ പരസ്പരം ഇവർ പോരടിച്ച് കൂടി നിൽക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രഞ്ജിത്ത്. ഏതായാലും യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറല്ല എന്ന് ഇന്നലെ ലീഗും വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. ഇപ്പം എല്ലാവരും പ്രക്ഷോഭത്തിൽ ഇറങ്ങുന്നത് നല്ലതാണ് എന്നാണ്, ഒരേ ലക്ഷ്യമാണല്ലോ എന്ന് പറഞ്ഞു വെക്കുന്ന ലീഗിന്റെ വാർത്താ സമ്മേളനവും കുഞ്ഞാലിക്കുട്ടിയുടെ വാർത്താ സമ്മേളനവും നമ്മൾ കണ്ടു. ഏതായാലും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത, സാമൂഹ്യ സാഹചര്യത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു വിഷയമായിട്ട് കൂടി എന്തുകൊണ്ട് ഇത്ര വലിയ പ്രക്ഷോഭം ഈ രണ്ട് മുന്നണികളും നടത്തുന്നു എന്നത് പ്രധാനമാണ്. അത് മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് കാലമാണ്. അത് സ്വാഭാവികമായും ആരാണ് ഈ പ്രക്ഷോഭത്തിൽ മുന്നിൽ എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ തെളിയിച്ചേ പറ്റൂ. VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരണം നടത്തി. CAA നടപ്പാക്കുന്നത് ഭരണഘടനാ ലംഘനമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ. BJP ശ്രീരാമനെ രാഷ്ട്രീയ രാമനാക്കി. ഇത് രാമനോടുള്ള ഇഷ്ടമല്ല, വോട്ടിനോടുള്ള ഇഷ്ടമാണ്. ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും രണ്ടാക്കുന്നു. രാഷ്ട്രീയ ധ്രുവീകരണമാണ് CPM ആഗ്രഹിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച രാജ്ഭവൻ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അയോധ്യയിലെ രാമനെ രാഷ്ട്രീയ രാമനാക്കി മാറ്റി മതത്തെയും രാഷ്ട്രീയത്തെയും മിക്സ് ചെയ്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു. വർഗീയ ധ്രുവീകരണം അതിൽ പൂർണ്ണമായി വിജയിച്ചില്ല. അവരുദ്ദേശ തലത്തിലുള്ളൊരു വിജയം ഉണ്ടായില്ല. കാരണം ഇത് മതേതര ഭാരതമാണ്. ഈ രാജ്യത്തെ ധാരാളം ആളുകൾ രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കലർത്തുന്നതിനെ ശക്തമായി വിമർശിച്ചു. ജനങ്ങൾക്ക് മനസ്സിലായി കാപട്യം. രാമനോടുള്ള ഇഷ്ടമല്ല, വോട്ടിനോടുള്ള ഇഷ്ടമാണ് ഈ പ്രാണപ്രതിഷ്ഠയുമായി നടന്നത് എന്ന് ജനാധിപത്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും തോന്നി. അപ്പോൾ രാമനിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ, കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നടത്തിയ ഭരണകൂടത്തിന്റെ ശ്രമം പൂർണ്ണമായി തകർന്നു. അപ്പോഴാണ് അടുത്ത നടപടി ഇതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുക. പൗരത്വ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രതിഷേധങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. UDF സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. കാണിക്കണം. ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ടുവരുന്ന കേസുകൾ ഒക്കെ പിൻവലിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. പൗരത്വ പ്രശ്നത്തിൽ എടുത്ത കേസുകൾ ഇടത് ഗവൺമെന്റ് പിൻവലിക്കാതെ വെച്ചിരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് എന്ന് പറയാതിരിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. ഇന്ന് അല്പം മുമ്പാണ്
അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിൽ CPIM-ഉം കോൺഗ്രസും മുസ്ലിം ജനവിഭാഗത്തെ ഭയപ്പെടുത്തുന്നതായാണ് BJP ദേശീയ ഉപാധ്യക്ഷൻ പറയുന്നത്. ഇതിൽ നിന്ന് പിന്തിരിയണം. അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതാണ് നിയമം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടില്ലെന്നും AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വ്യാപകമായി മുസ്ലിം ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് പേടി സ്വപ്നങ്ങൾ ഉണ്ടാക്കി ഒരു വലിയ ജനവിഭാഗത്തെ അസ്വസ്ഥരാക്കുകയാണ്. ഇതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പിന്തിരിയണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഈ നിയമം ആരുടെയെങ്കിലും പൗരത്വം എടുത്തു കളയുന്നതിന് വേണ്ടിയിട്ടല്ല. പുതുതായി കുറേ ആളുകൾക്ക്, ഹതഭാഗ്യരായിട്ടുള്ള പാവപ്പെട്ട അഭയാർത്ഥികളിൽ പെട്ട ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അബ്ദുള്ളക്കുട്ടിയുടെ പ്രതികരണമാണ് കേട്ടത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ദേശീയതലത്തിലും പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. അസമിലെ പ്രതിപക്ഷ നേതാവും ഓൾ അസം സ്റ്റുഡൻസ് യൂണിയനും റിട്ട് ഹർജി ഫയൽ ചെയ്തു. CAA പ്രകാരം ആരും പൗരത്വത്തിനായി അപേക്ഷിക്കരുതെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആഹ്വാനം ചെയ്തു. വിജ്ഞാപനത്തിൽ UN-ഉം അമേരിക്കയും ആശങ്ക അറിയിച്ചു. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, ദേശീയതലത്തിൽ അസമിലാണ് കാര്യമായ പ്രക്ഷോഭമുള്ളത്. ബംഗാളും ഈ മമതാ ബാനർജിയും ഒക്കെ ഈ വിഷയത്തിൽ സമാനമായ നില സ്വീകരിച്ചിരുന്നു. മമതാ ബാനർജിയാണ് ആദ്യം വാർത്താ സമ്മേളനം നടത്തിയതിനെതിരെ. അസമിൽ ഇപ്പോഴും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ദേശീയ സാഹചര്യം എന്താണ്? കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് പ്രക്ഷോഭം വ്യാപിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു വശത്ത് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ഒപ്പം നിയമ പോരാട്ടത്തിന്റെ വഴികളും തേടുന്നുണ്ട്. ഏതായാലും അസമിൽ തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധം ഉള്ളത്. കാരണം അസമിൽ കഴിഞ്ഞ ദിവസം ഹർത്താൽ ആചരിച്ചിരുന്നു. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം നടന്നു. ഇന്ന് ഏതായാലും സത്യാഗ്രഹ സമരമാണ് ഓൾ അസം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത്തരത്തിൽ വലിയ സമര പരിപാടികളുമായി അവിടെ പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് അസമിലെ പ്രതിപക്ഷ നേതാവ് ദേവബ്രത സൈക്ക ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അതായത് ഈ വിജ്ഞാപനം സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമാണ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഓൾ ഇന്ത്യ അസം സ്റ്റുഡൻസ് യൂണിയനും ഈ സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ മുസ്ലിം ലീഗും DYFIയും ഇത്തരത്തിൽ ഹർജി നൽകിയിരുന്നു. അങ്ങനെ നിയമ പോരാട്ടത്തിന്റെ വഴികൾ ആലോചിക്കുന്നു. AICC നേതൃത്വവും സമാനമായ രീതിയിൽ ഈ കേസിൽ കക്ഷി ചേരുന്ന കാര്യം, ഒപ്പം ഹർജി നൽകുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അത്തരത്തിൽ ഒരു പരസ്യമായ പ്രതികരണത്തിലേക്ക് ഏതായാലും വന്നിട്ടില്ല. പശ്ചിമ ബംഗാളിലും ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. പ്രത്യേകിച്ച് CAA നടപ്പാക്കില്ലെന്ന് വ്യക്തമാക്കിയ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ CAA പ്രകാരം ആരും അപേക്ഷിക്കരുത് എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിക്കും എന്നാണ് മമത പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 1000 വട്ടം ആലോചിക്കണം എന്നായിരുന്നു മമതയുടെ പ്രതികരണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യത്യസ്തമായ തരത്തിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ പ്രവേശിപ്പിക്കുന്നു, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്നടക്കം ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർക്ക് അവകാശങ്ങൾ നൽകുകയാണെന്ന തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഏതായാലും ഡൽഹിയിലടക്കം ഇന്നും പ്രതിഷേധങ്ങൾ ശക്തമായി തുടരും. പ്രത്യേകിച്ച് 3 മണിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ SFI പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ സമാനമായ രീതിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയും മലയാളികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിരുന്നു. അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നും ഉണ്ടാകാൻ പോകുന്നത്. രഞ്ജിത്ത്, ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് പകൽ വാർത്ത മറ്റൊരു വിഷയത്തിലേക്ക് പോകണം. സംസ്ഥാനത്തെ സാമ്പത്തിക സാഹചര്യങ്ങൾ, വായ്പ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. വലിയ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുന്നുണ്ട്. ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ 5000 കോടി രൂപ നൽകാം എന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഈ നിർദ്ദേശം പക്ഷേ സംസ്ഥാനം സ്വീകരിക്കുന്നില്ല. ഈ തുക പോരാ, കാരണം ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ 5000 കോടി കൊണ്ടൊന്നും രക്ഷയില്ല എന്നാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. കുറഞ്ഞത് 10000 കോടി രൂപയെങ്കിലും നൽകണമെന്നാണ് സുപ്രീം കോടതിയിൽ കേരളം അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ അവകാശം ഹനിക്കുന്നതാണ് കേന്ദ്ര നിലപാടെന്നും വ്യക്തമാക്കി. എന്നാൽ 5000 കോടി വാങ്ങിക്കൂടെ എന്നാണ് കേന്ദ്രം ചോദിച്ചത് സംസ്ഥാനത്തോട്. വിശദമായ വാദം ഈ മാസം 21-ന് വീണ്ടും കേൾക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, കഴിഞ്ഞ മാസം ഒരു 5000 കോടി കിട്ടിയത് കൊണ്ടാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നുപോയത്. ഈ പെൻഷനും ശമ്പളവും ഒക്കെ മുടങ്ങിയ വാർത്ത നമ്മൾ ഒരുപാട് വായിച്ചു, റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ വീണ്ടും ഒരു 10000 കോടി വേണമെന്ന് പറയുകയാണ്. പക്ഷേ കേന്ദ്രം സമ്മതിക്കുന്നില്ല. കോടതിയുടെ നിലപാട് എന്തായിരുന്നു? ഇന്ന് നടന്ന പ്രധാനപ്പെട്ട കണ്ടൻഷൻസ് ഇതുമായി ബന്ധപ്പെട്ടെന്തായിരുന്നു?
രജിത്ത്, തീർച്ചയായും അതായത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ നേരത്തെ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഒരു രക്ഷാ പാക്കേജ് എന്ന രീതിയിൽ ഒറ്റത്തവണ പാക്കേജ് നൽകാനുള്ള ഒരു തീരുമാനം, അത്തരത്തിലൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളണമെന്നുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം കേരളത്തിന് ആശ്വാസകരമായ രീതിയിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇന്ന് കേന്ദ്ര സർക്കാർ 5000 കോടി രൂപ നൽകാം, അതായത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ 5000 കോടി നൽകാം. പക്ഷേ അടുത്ത സാമ്പത്തിക വർഷത്തിൽ ആ 5000 രൂപ കുറവ് വരുത്തുമെന്നുള്ളൊരു നിലപാട് കൂടി കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി ഇതേ നിലപാട് തന്നെയായിരുന്നു വ്യക്തമാക്കിയത്. അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തുക കൈമാറിയാൽ മതി എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം സുപ്രീം കോടതി നൽകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ 5000 കോടി രൂപ കിട്ടിയിട്ട് കാര്യമില്ല, 10000 കോടി രൂപയെങ്കിലും നൽകണം എന്നുള്ളൊരു നിലപാടുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ 5000 കോടി നൽകാമെന്നുള്ള കേന്ദ്ര നിലപാട് സ്വീകരിച്ചാൽ അല്ലെങ്കിൽ നിർദ്ദേശം സ്വീകരിച്ചാൽ ഇത് അടുത്ത മാസത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോൾ അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടി കേരളത്തെ തള്ളിവിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഈ 5000 കോടി രൂപ വേണ്ട എന്നുള്ളൊരു നിലപാട് കപിൽ സിബൽ കേരളത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്ത്. അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് ഈ 10000 കോടി ആവശ്യപ്പെടാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം ഉയരുകയും ചെയ്തത്. അതായത് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇത് അടുത്ത വർഷത്തേക്കുള്ള അനുവദിക്കേണ്ട പണത്തിന്റെ ഭാഗമായാണ് ഈ പണം അനുവദിക്കുന്നത്. അടുത്ത വർഷം ഈ പണത്തിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യും. അപ്പോഴാണ് 5000-ന് പകരം ഒരു 10000 വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നത്. കോടതി പറയുന്നു ഇത് വാങ്ങിക്കൂടെ, തൽക്കാലത്തെ ആവശ്യങ്ങൾ നിറവേറ്റാമല്ലോ എന്ന് പറയുന്നതിനെയും കേരളം അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഈ കടം എന്ന നിലപാടിൽ വീണ്ടും ഉറച്ചു നിൽക്കുകയാണ് കേരളം എന്ന് തോന്നുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് രജിത്ത്, അതിലൊരു കാര്യമുണ്ട്. അതായത് ഈ കേരളം ചോദിക്കുന്ന 10000 കോടി അത് ഏത് തരത്തിലാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോയില്ലേ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. അതായത് അത് കേരളം പറയുന്ന കാര്യം ഇതാണ്, നിലവിലെ നടത്ത സാമ്പത്തിക വർഷം കേരളത്തിന് ഈ കടമെടുക്കുന്നതിന് വേണ്ടി അനുമതി ലഭിച്ചിട്ടുള്ള തുകയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറച്ച ഒരു തുകയുണ്ട്. അതായത് അത് കിഫ്ബി വായ്പയാകട്ടെ, അല്ലെങ്കിൽ പെൻഷൻ കമ്പനി വായ്പയാകട്ടെ, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുത്തിട്ടുള്ള വായ്പ ആകട്ടെ, അങ്ങനെ ഏകദേശം 19,360 കോടിയോളം രൂപ ഇങ്ങനെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് 10000 കോടി രൂപ നൽകണമെന്നുള്ളതാണ് കേന്ദ്രം പ്രധാനമായും പറയുന്ന കാര്യം. ഇതാണ് ധനവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ഒരു കാര്യം. അതായത് പക്ഷേ ബജറ്റിന് പുറത്ത് കടമെടുത്ത തുകയാണിത്. ആ തുക കേരളത്തിന്റെ കടമായി തന്നെ കണക്കാക്കുമെന്നാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തിലുള്ള തുക മാത്രമേ നൽകാൻ സാധിക്കൂ എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ സാഹചര്യത്തിൽ 21-ന് വീണ്ടും ഈ ഒരു ഹർജിയിൽ മേൽ വാദം കേൾക്കാമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. അന്നൊരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഒരു സമവായത്തിലേക്ക് എത്തുക എന്നുള്ളൊരു നിർദ്ദേശം എന്തായാലും സുപ്രീം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള 10 ദിവസം കേരളത്തെ സംബന്ധിച്ച് അതിനിർണായകമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കരാറുകാർക്ക് ബില്ല് മാറി നൽകേണ്ടതായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ലഭ്യമായിട്ടുള്ള 5000 കോടിയിൽ നിന്നാണ് ഈ ക്ഷേമ പെൻഷൻ അടക്കം വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതിലടക്കം വലിയ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും. പദ്ധതി ചെലവുകൾ നിർവഹിക്കുന്നതിനുള്ള കാര്യങ്ങൾ അതൊക്കെ വലിയ പ്രതിസന്ധിയിലായി മാറും. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് സംസ്ഥാനം നേരിടേണ്ടി വരുന്ന ഒരു 10 ദിവസം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 21-ന് ഒരു അനുഭാവപൂർണ്ണമായ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂടി കേരളം കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് സംസ്ഥാനത്തെ സാമ്പത്തിക സാഹചര്യം. ഏതായാലും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ തുടരുന്നു. സംസ്ഥാനം കേന്ദ്രം അനുവദിക്കാമെന്ന് പറഞ്ഞ 5000 കോടി വേണ്ട എന്ന് പറയുന്നു. 10000 കോടി വേണം എന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. പക്ഷേ കോടതി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നമുക്കിനിയും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ഒന്ന് പോകാം. പാലക്കാടും ആലത്തൂരും കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലങ്ങളാണ്. പാലക്കാട്ട് ഇത്തവണയും സിറ്റിംഗ് MP മത്സരിക്കുന്നു. ആലത്തൂരിലും സിറ്റിംഗ് MP രമ്യ തന്നെയാണ് മത്സരരംഗത്ത്. അവിടെ ഒരു പ്രതിസന്ധി കോൺഗ്രസിൽ UDF-ൽ ഉടലെടുക്കുന്നത് ഈ AV ഗോപിനാഥ് കോൺഗ്രസ് വിമതന്റെ ഇന്നത്തെ ഒരു പ്രസ്താവനയാണ്. LDF-നായി പ്രചരണത്തിൽ ഇറങ്ങുമെന്നാണ് അദ്ദേഹം AV ഗോപിനാഥ് വ്യക്തമാക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ഇതിനായി കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. പെരിങ്ങോട്ടുകുറിശ്ശിയിലെ കോൺഗ്രസ് നേതൃത്വം തനിക്കൊപ്പമാണ് എന്ന ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുന്നു. ആലത്തൂരിൽ K രാധാകൃഷ്ണൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്നും AV ഗോപിനാഥ് ന്യൂസ് 18നോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനെ തീരുമാനമുണ്ടോ? ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നു, പക്ഷേ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് താങ്കൾ പോയിട്ടുമില്ല. എന്താണ് നിലപാട്? കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കിയതാണ്. കോൺഗ്രസ് പാർട്ടിക്ക് എന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ്
എന്നെ പുറത്താക്കിയതാണ്. പിന്നെ കോൺഗ്രസിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരെ, കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, കോൺഗ്രസിനെ എങ്ങനെ ജയിപ്പിക്കുക, അതൊന്നും എന്നെ സംബന്ധിച്ചൊന്നും ഒരു ചർച്ചാ വിഷയമേ അല്ല. കൂടെ നിൽക്കുന്ന ആളുകൾ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്നുണ്ടോ? അതൊക്കെ നമുക്കിപ്പം എന്താണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തെളിഞ്ഞു വരുമല്ലോ. ഇപ്പം നമ്മൾ ആരെയും നിർബന്ധിച്ച് നിങ്ങൾ ഇന്നാളുടെ കൂടെ നിൽക്കണം, ഇന്നത് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല, പറയാനും ആഗ്രഹിക്കുന്നു. പക്ഷേ പാലക്കാട്ടിലെ ജനങ്ങൾക്ക്, പാലക്കാട്ടിലെ പാർട്ടി പ്രവർത്തക ജനങ്ങൾക്കും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയും. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനും വലിയ വിദ്വാനൊന്നുമല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. കോൺഗ്രസിനൊപ്പമായിരിക്കില്ല, രാധാകൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിലായിരിക്കും ഒരു പക്ഷേ തീരുമാനം ഉണ്ടാകുക അല്ലേ? അതങ്ങനെയല്ല. ഇപ്പം ഞാൻ രാധാകൃഷ്ണന് വേണ്ടിയിട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും പറയുന്നില്ല. കോൺഗ്രസിലേക്ക് ഏതായാലും ഞാനില്ല. ഇന്ത്യ മുന്നണി എന്ത് ചലനമുണ്ടാക്കും? 1,00,000-ലേറെ പേർ പങ്കെടുത്ത ഏറ്റവും വലിയ അഭിപ്രായ സർവേ. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ ന്യൂസ് 18 ചാനലിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും മാത്രം. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ co-presented by Rajakumari Gold and Diamonds. Rajakumari Gold and Diamonds, the trust of Travancore. അമൃത്വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. co-powered by NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. നമുക്ക് പകൽ വാർത്തയിൽ മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. അതിരപ്പള്ളിയിലെ കാട്ടാന സാന്നിധ്യം. അതിരപ്പള്ളി എണ്ണപ്പനത്തോട്ടത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ കാട്ടുകൊമ്പന് വെള്ളവും മരുന്നും നൽകാനുള്ള നീക്കം പരാജയപ്പെട്ടു എന്നതാണ്. വെള്ളം ലഭ്യമാക്കാൻ ചാലക്കുടി പുഴയിലേക്ക് ഓടിക്കാൻ വനംവകുപ്പ് ശ്രമം നടത്തിയതോടെ ആന കാടുകയറുകയായിരുന്നു. ഇതോടെ വെള്ളവും മരുന്നും ലഭ്യമാക്കാനുള്ള നീക്കം മെഡിക്കൽ സംഘം താൽക്കാലികമായി അവസാനിപ്പിച്ചു. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, അവശനിലയിലാണ് ഈ കാട്ടാന. അതിരപ്പള്ളി മേഖലയിൽ നാട്ടുകാർ സ്ഥിരമായി കാണുന്ന ഒരു കാട്ടാനയാണ്. ആക്രമണകാരിയല്ല, പക്ഷേ കൃഷിസ്ഥലമൊക്കെ നശിപ്പിക്കും. ഇപ്പോൾ അതിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു, അത് പരാജയപ്പെട്ട അവസ്ഥയാണോ? രഞ്ജിത്ത്, ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ആനയെ നിരീക്ഷിക്കുകയായിരുന്നു. ഇന്ന് കൊടനാടുള്ള ഡോക്ടർ ബിനോയ് വന്ന് അവരുടെ ഒരു പ്രാഥമികമായ നിരീക്ഷണത്തിൽ ആനയുടെ തുമ്പിക്കൈ ചലിപ്പിക്കുന്നതിലും ചെവി ആട്ടുന്നതിലും അല്ലെങ്കിൽ നടക്കുന്നതിലൊന്നും യാതൊരു വിധത്തിലുള്ള അവശതയും ഇല്ല, മറ്റ് വ്യത്യസ്തമായിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആനയുടെ പുറമേയുള്ള അസുഖമല്ല, ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വയ്യായിക ഉണ്ടോ, അതിന് പിന്നാലെയാണോ ഇത്തരത്തിൽ അവശത കാണിക്കുന്നത് എന്നൊരു നിഗമനത്തിലാണ്. പക്ഷേ ഈ മരുന്ന് കൊടുക്കുന്നതിന് മുൻപ് ആനയ്ക്ക് ശർക്കര കൊടുത്തുവെങ്കിലും അത് കഴിക്കാൻ കൂട്ടാക്കാതെ കാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി അതിനെ നിരീക്ഷിക്കുകയാണ്. ഇപ്പോഴും ഡോക്ടർമാരുടെ സംഘം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആന കാടിനുള്ളിലേക്ക് പോയെങ്കിലും അധിക ദൂരം പോയിട്ടില്ല. ഈ അതിരപ്പള്ളി എസ്റ്റേറ്റിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും കറങ്ങി നടക്കുകയാണ്. എന്തായാലും ആനയ്ക്ക് വേണ്ട വിധത്തിലുള്ള ചികിത്സകളെല്ലാം ഉറപ്പാക്കണമെന്ന് വനം മന്ത്രിയും അല്പസമയത്തിന് മുൻപ് പറയുകയും ചെയ്തു. അതുകൊണ്ട് ആനയുടെ എന്താണ് ഈ ആനയ്ക്ക് പറ്റിയത് എന്നുള്ളത്, ഏത് തരത്തിലുള്ള ഒരു അസുഖമാണ് ആനയ്ക്കുള്ളത് എന്ന് ഉള്ള ഒരു നിരീക്ഷണം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആന മറ്റു രീതിയിലുള്ളൊരു ഉപദ്രവം ഒന്നും ഉണ്ടാക്കുന്നില്ല. ഈ പ്രദേശവാസികളൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു ആന കൂടിയാണ്. എല്ലാ തവണയും വെള്ളം കുടിക്കുവാനും അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ എസ്റ്റേറ്റിലേക്ക് കടന്നു വരുന്ന ഒരു ആന കൂടിയാണ്. അതുകൊണ്ട് ആനയ്ക്ക് മറ്റുപദ്രവങ്ങളൊന്നും ചെയ്യാത്തൊരു സ്ഥിതിക്ക് ഒരു സമാധാനമായി പയ്യെ അതിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള നിരീക്ഷണങ്ങളൊക്കെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും RRT സംഘവും വനപാലകരും സ്ഥലത്തുണ്ട്, ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണത്തിൽ ആനയ്ക്ക് മറ്റ് അസുഖങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഈ വയറിലെ സംബന്ധമായി, ഈ വിരയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസുഖമാണോ ആനയ്ക്കുള്ളത് എന്ന് ഒരു നിഗമനത്തിലാണ്. 2018 ഇതേ ആനയ്ക്ക് ഇതേ തരത്തിലുള്ള ഒരു അവശതകൾ അന്ന് കാണിച്ചിരുന്നു. അന്ന് ഈ ഫലത്തിൽ മരുന്ന് വെച്ചു കൊടുത്തിട്ടായിരുന്നു അതിന്റെ അസുഖം മാറ്റിയത്. അതുപോലെയുള്ളൊരു മരുന്ന് വെക്കുന്ന ഒരു തരത്തിലുള്ളൊരു രീതിയിലേക്കാണ് ഡോക്ടർമാർ വരുന്നത്. പക്ഷേ ആന കാടിനുള്ളിലേക്ക് കടന്നത് കൊണ്ട് കൃത്യമായി മരുന്ന് കൊടുക്കുവാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുവാനോ കൊടുത്ത ശർക്കര കഴിക്കാനോ ആന കൂട്ടാക്കുന്നില്ല. എന്തായാലും സംഭവ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഡോക്ടർമാരുണ്ട്. ആന ഇറങ്ങി വരുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് കടക്കുകയും ചെയ്യും. ശരി.
RRT സംഘം ഏതായാലും ആനയ്ക്ക് സമീപത്ത് ആന ഉണ്ടായിരുന്ന സ്ഥലത്തിന് സമീപത്തുണ്ട്. ഏത് നിമിഷവും ആന പുറത്തേക്ക് ഇറങ്ങി വരാം. അപ്പോൾ ഇതിന് ചികിത്സ നൽകുക, ഭക്ഷണം നൽകുക തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് വനംവകുപ്പ് കടക്കുന്നത്. പക്ഷേ ഇതുവരെയും വെള്ളവും മരുന്നും കൊടുക്കാനായില്ല എന്ന ഒരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ആന കേരളത്തിൽ വളരെ ക്ഷീണിതനാണെന്നും നിരന്തരമായി വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ടെന്നുമാണ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. ഉന്നതതല ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ സംയുക്ത യോഗം മുഖ്യമന്ത്രി നാളെ രാവിലെ അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങളെ കൂടുതൽ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് സഹായകമായ നിലപാടുകളാണ് ആ യോഗം സ്വീകരിക്കാൻ പോകുന്നത്. അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അവ നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതാണ്. അവശനിലയിലാണ് ആതിരപ്പള്ളിയിൽ ഒരു കാട്ടാനയെ കണ്ടെത്തിയത്. അവശനിലയിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ്. കോടനാട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമുള്ള വെറ്റിനറി സർജന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനകം അവിടെ എത്തിയിട്ടുണ്ടാകും. ടെലിഫോൺ റേഞ്ച് ഇല്ലാത്തൊരു സാഹചര്യമാണ്. വയർലെസ് മുഖാന്തരമാണ് അവിടെ ബന്ധപ്പെടാൻ കഴിയുന്നത്. അവർ പരിശോധിച്ചതിന് ശേഷമാണ് അതിനെ എങ്ങനെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയുള്ളൂ. കാരണം വളരെ അവശനിലയിലാണെങ്കിൽ മയക്കുപിടി വെച്ച് പിടിച്ച് ചികിത്സ നടത്താൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇടുക്കി കാഞ്ഞിരവേലിയിൽ അടിമാലി കാഞ്ഞിരവേലിയിൽ നിന്നും ഒറ്റക്കൊമ്പന്റെ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. അവിടെ 4 ഏക്കറോളം കൃഷി ഈ ഒറ്റക്കൊമ്പൻ നശിപ്പിച്ചു. നമുക്കറിയാം, ഒറ്റക്കൊമ്പൻ അവിടെ വ്യാപകമായി നേരത്തെയും ആക്രമണം നടത്തിയ ഒരു കാട്ടാനയാണ്. വയോധിക കൊല്ലപ്പെട്ട കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സ്ഥലത്തിന് സമീപമാണ് ഒറ്റക്കൊമ്പൻ ഇറങ്ങിയത്. ഇതിനിടെ മൂന്നാറിലെ ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങിയ വാർത്തയും പുറത്തു വരുന്നു. മൂന്നാർ സെവൻമല എസ്റ്റേറ്റിലെ പാർവതി ഡിവിഷനിലാണ് കാട്ടാന ഇറങ്ങിയത്. നമുക്ക് ദൃശ്യങ്ങൾ, ആന അവിടെ ഓടി നടക്കുന്ന ദൃശ്യങ്ങൾ ഒന്ന് പ്രേക്ഷകർക്കായി കാണാം എന്ന് കരുതുന്നു. വലിയ ചലനം, വലിയ ഭീതിയിലാണ് അവിടെ നാട്ടുകാർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒറ്റക്കൊമ്പന്റെ സാന്നിധ്യം. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രിൻസ്, ഇപ്പോഴും ഈ കാട്ടാന ഒറ്റക്കൊമ്പൻ അവിടെ തുടരുകയാണോ, അതോ അവൻ കാട്ടിൽ കയറി പോയോ? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ അവന്റെ ആക്രമണം? ഇത് ഇന്നലെ അടിമാലി കാഞ്ഞിരവേലിനൊപ്പം മൂന്നാറിലെ പാർവതി ഡിവിഷനിലും കാട്ടാൻ ഇറങ്ങിയ സാഹചര്യമുണ്ടായി. എന്തായാലും രാവിലെയോടെ ഈ ആനകളെല്ലാം ജനവാസ മേഖലയിൽ നിന്നും പിന്തിരിക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ രാത്രിയിലാണ് ഈ ഒറ്റക്കൊമ്പൻ കാഞ്ഞിരവേലിയിലെത്തിയത്. പുലർച്ചെ വരെ ഈ കൃഷിയിടങ്ങൾ നിലനിർമ്മിച്ചിരിക്കുകയായിരുന്നു. നിരവധി കർഷകരുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചൊരു സാഹചര്യം. അപ്പം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഇന്ദ്രയുടെ വീടിന് സമീപത്തായാണ് ഇപ്പോൾ കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒപ്പം മൂന്നാറിലെ പാർവതി സെവൻമല എസ്റ്റേറ്റിലെ പാർവതി ഡിവിഷനിലും കാട്ടാനയെത്തി പുലർച്ചെ രാവിലെ 8 മണിയോടെയാണ് ഇവിടെ കാട്ടാനയെത്തിയത്. ആന ഇവിടുത്തെ ലയങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും ആളുകൾ വളരെയധികം പരിഭ്രാന്തരായ ഒരു സാഹചര്യമായിരുന്നു. കാരണം രാവിലെ തോട്ടങ്ങളിലേക്ക് ജോലിക്ക് പോകേണ്ടുന്ന ഒരു സമയമാണ്. ഒപ്പം കുട്ടികളെ അടക്കം സ്കൂളിലേക്ക് അയക്കേണ്ട ഒരു സമയത്താണ് ഇത്തരത്തിൽ ആനയുടെ ഒരു ആക്രമണം, ആനയുടെ സാന്നിധ്യം ഈ ജനവാസ മേഖലയുണ്ടായത്. അത് വലിയ ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഒപ്പം പിന്നീട് നാട്ടുകാർ തന്നെ ബഹളം വെച്ചൊക്കെയും ശബ്ദമുണ്ടാക്കിയും കാട്ടാനെ ഈ രണ്ട് ഭാഗത്തു നിന്ന് ഈ സെവൻമലയിലും ഉണ്ടായ കാട്ടാനെ ക്ഷമിക്കണം ഈ പാർവതി ഡിവിഷനിൽ നിന്നും കാട്ടാനെ ചെറുത്തുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇവർ തൊഴിലിനായിട്ടൊക്കെ പോകാൻ സാധിച്ചത്. ഒപ്പം വിദ്യാർത്ഥികളെ സ്കൂളിൽ അയക്കാനും സാധിച്ചത്. കാഞ്ഞിരവേലിയിൽ അതും വനം വകുപ്പിന്റെ ഒരു സഹായം ലഭ്യമായിട്ടാണ് ഇപ്പോൾ ആരംഭിക്കുന്നു. ഏതാനും ദിവസങ്ങളായി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റഷ്യയിലും ഒക്കെ ഉണ്ടായില്ലെങ്കിൽ പോലും ഈ വനം വകുപ്പിന്റെ സാന്നിധ്യം ലഭിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ശരി, പ്രിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. BJP 400 സീറ്റ് കടക്കുമോ? 1 ലക്ഷത്തിലേറെ ജനങ്ങൾ പങ്കെടുത്ത ഏറ്റവും വലിയ അഭിപ്രായ സർവേ ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ ന്യൂസ് 18 കേരളത്തിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും മാത്രം. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ co-presented by Rajakumari Gold and Diamonds. Rajakumari Gold and Diamonds,
the trust of Travancore. അമൃത്വേണി. അമൃത്വേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Co-powered by NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. സംസ്ഥാന സർക്കാരിന്റെ കെയർ ഐസ് വിപണിയിൽ കിലോയ്ക്ക് 10 മുതൽ 15 രൂപ വരെ നഷ്ടം സഹിച്ചാണ് കെയർ ഐസ് വിപണിയിൽ എത്തിക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. കിലോയ്ക്ക് 30 രൂപ നിരക്കിൽ 5 കിലോ അരിയാണ് ലഭിക്കുക. ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും കെയർ ഐസ് കിട്ടാൻ വൈകും. മറ്റ് ഉൽപ്പന്നങ്ങളിൽ പലതും സപ്ലൈകോയിൽ ലഭ്യമാകാത്ത സാഹചര്യമാണ് ഉള്ളത്. തുറന്നു വരികയാണ്. ആ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഒരൊറ്റ ക്ഷേമ വികസന ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീമതി മീനാക്ഷി. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ശ്രീമതി മീനാക്ഷിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ ആദ്യ വിൽപ്പന ചടങ്ങുകളുടെ ഭാഗമാകാനായിട്ട് വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് ശ്രീമതി മീനാക്ഷി. ആദ്യ വിൽപ്പന ഈ പദ്ധതി ആകെ തങ്ങളുടെ എന്തോ ഒരു സ്വകാര്യ പരിപാടിയാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ പിന്നോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ ബോധപൂർവം നടത്തുന്നത്. അർഹതപ്പെട്ടതുപോലും നിഷേധിക്കുന്ന നില കേന്ദ്ര സർക്കാർ തുറന്നു വരികയാണ്. ആ ഒരു ഘട്ടത്തിലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഒരൊറ്റ ക്ഷേമ വികസന പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകില്ല എന്നതാണ് ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ നിലപാടിൻ്റെ ദൃഷ്ടാന്തമാണ് ശബരി കെ റൈസ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഈ ഭാരത് റൈസിനെതിരെയാണ്. ഭാരത് റൈസ് കേന്ദ്ര സർക്കാർ നമ്മുടെ ആലപ്പുഴയിലെ ശരണ്യയുടെ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലടക്കം എത്തിച്ച സാഹചര്യമുണ്ടായിരുന്നു. കെയർ ഐസ് എന്ന വലിയ സംവിധാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴേ കിട്ടുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ഒപ്പമാണ് ഈ സപ്ലൈകോയിലെ ഒരു സാധനക്ഷാമം. അത് ഇതുവരെ പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല, അല്ലേ? രഞ്ജിത്ത്, ഇന്ന് കെയർ ഐസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റ് ഔട്ട്ലെറ്റുകളിലേക്ക്, ഞാനിപ്പോൾ ഉള്ള ആലപ്പുഴ അടക്കമുള്ള ഇടങ്ങളിലെ ഡിപ്പോകളിലേക്കോ ഔട്ട്ലെറ്റുകളിലേക്കോ അരി വിതരണം ചെയ്യാനായി കഴിഞ്ഞിട്ടില്ല. അത് അരി വിതരണം ചെയ്യുന്നതിനുള്ള കിറ്റുകൾ അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ അരി ഇന്നോ നാളെയോ ആയി എത്തി തുടങ്ങുകയുള്ളൂ എന്നുള്ള വിവരമാണ് നമ്മളിപ്പോൾ സപ്ലൈകോയുടെ ഡിപ്പോകളിൽ എത്തി പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ മുതൽ തന്നെ 13 ഇന സാധനങ്ങൾ, അതായത് സബ്സിഡി നിരക്കിൽ നൽകിയിരുന്ന ചെറുപയറും കടലയും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ അത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം സർക്കാരിന് ഉണ്ടായിരുന്നു. ഈ അരിയോടൊപ്പം തന്നെ ചെറുപയർ അടക്കമുള്ള ഉൽപ്പന്നങ്ങളും എത്തുമെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ 40 രൂപ വില വരുന്ന അരി അത് 10 മുതൽ 15 രൂപ വരെ നഷ്ടം സഹിച്ചാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു വിതരണത്തിനായി സജ്ജമാകുന്നതെന്ന് പറയുമ്പോൾ പോലും 10 കിലോ അരി സബ്സിഡി നിരക്കിൽ ലഭ്യമായിരുന്ന അരി ഇപ്പോൾ 5 കിലോ നിരക്കിലാണ് ഈ കെയർ ഐസ് എന്ന രീതിയിൽ നൽകാനായി ഉദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ ഈ 10 കിലോ സബ്സിഡിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകാനോ അത് സംബന്ധിച്ച മറുപടി നൽകാനോ ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പാലക്കാട്, ഒപ്പം തന്നെ കോട്ടയം അടക്കമുള്ള പാലക്കാടും കോഴിക്കോടും അടക്കമുള്ള വടക്കൻ മേഖലകളിൽ മട്ടയരിയും ഒപ്പം തന്നെ കുറുവ അരിയുമാണ് ലഭ്യമാകുന്നത്. 30 രൂപ നിരക്കുള്ള അരി 30 രൂപ നിരക്കിലാണ് ഈ അരി അവിടെ നൽകുന്നത്. തിരുവനന്തപുരത്ത് അടക്കമുള്ള ഇടങ്ങളിൽ ജയയും മട്ടയരിയുമാണ് നൽകുന്നത്. പത്തനംതിട്ടയും പാലക്കാടും കോട്ടയവും അടക്കമുള്ള മധ്യ തിരുവിതാംകൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നൽകുന്നത് ഈ ജയ അരിയും ഒപ്പം തന്നെ മട്ടയരിയുമാണ്. ഇങ്ങനെയാണ് ഒരു വിതരണം സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നത്. എങ്കിൽ പോലും ഔട്ട്ലെറ്റുകളിലേക്കൊന്നും അരി ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ടോടെ എത്തുമെന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു നമുക്കറിയാം, സബ്സിഡി സാധനങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും ഉടൻ എത്തുമെന്നുള്ള വിവരം നൽകുമെങ്കിലും പിന്നീട് മാസങ്ങളോളം ആ സബ്സിഡി നിരക്കിലുള്ള ഉൽപ്പന്നങ്ങൾ നൽകാൻ കഴിയാത്തൊരു സാഹചര്യം സർക്കാരിനുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അരി വിതരണം കൃത്യമായി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
നമുക്ക് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ബദലായി, അതായത് ഭാരത് അരിക്ക് ബദലായാണ് ഇത്തരത്തിലൊരു കെയർ റൈസ് എന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ അതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. അത്തരത്തിലൊരു അരി വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ 5 കിലോ അരി വിതരണം ചെയ്യുമ്പോൾ നേരത്തെ സബ്സിഡി നിരക്കിൽ ലഭ്യമായിരുന്ന 10 കിലോ അരിയെ സംബന്ധിച്ച ഒരു മൗനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിജിറ്റൽ രൂപത്തിൽ നൽകിയ വിവരങ്ങൾ കമ്മീഷൻ പ്രത്യേക സമിതി പരിശോധിക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഇന്നലെയാണ് SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായും നിരവധി തെളിവുകൾ കൈവശമുണ്ടെന്നും 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബ്. തനിക്കെതിരെ കേസെടുക്കാത്തത് മടിയിൽ കനമുള്ളതുകൊണ്ടാണെന്നും സാബു ജേക്കബ് പറഞ്ഞു. മാസപ്പടി കേസിലെ അന്വേഷണം എവിടെയും എത്തുമെന്ന് കരുതുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം സഹായിച്ചു മുന്നേറുന്നവരാണ്. സത്യം പറയുന്നവർ സുരക്ഷിതരല്ല. വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്വപ്ന സുരേഷിനെ BJP പോലും സഹായിച്ചില്ലെന്നും സാബു M. ജേക്കബ് പറഞ്ഞു. ഈ മുഖ്യമന്ത്രിയുടെ കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകളും തെളിവുകളും ഇന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ലാവ്ലിൻ കേസ്. എത്രയോ വർഷങ്ങളായി അതും സുപ്രീം കോടതി തന്നെ മാറ്റിവെച്ച് പോകുന്നു. അപ്പം നമ്മൾ ഈ പറയുന്ന ഇവിടുത്തെ നിയമവ്യവസ്ഥിതി അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. എപ്പോഴും ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇവരെല്ലാം ഒറ്റക്കെട്ട ഇങ്ങനെയുള്ള കാര്യത്തിൽ. അഴിമതിയുടെ കാര്യത്തിലും ആരെങ്കിലും ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തുമ്പോൾ അവരെല്ലാം ഒന്നിച്ചു നിൽക്കും, പരസ്പരം സഹായിക്കും, രക്ഷിക്കുമെന്നുള്ളതാണത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നുള്ള ഡോക്യുമെന്റ്സും തെളിവുകളും വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും നിയമപരമായിട്ട് അഴിക്കുള്ളിലാക്കാനായിട്ടുള്ള എല്ലാ രേഖകളും ഇന്നുണ്ട്. പക്ഷെ ഒരു വിരലനക്കാൻ പോലും ഇന്നത്തെ നമ്മുടെ നിയമ സംവിധാനത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ കേന്ദ്ര ഭരണത്തിനോ കേന്ദ്രം ഭരിക്കുന്ന BJPക്കോ സാധിച്ചിട്ടില്ല. കാരണം ഇവരെല്ലാം ഒരമ്മ പെറ്റ മക്കളാണത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, വലിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ സാബു M. ജേക്കബ് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരുന്നതാണ്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉന്നയിച്ചിരുന്നതാണ്. തെളിവുകൾ കൈവശമുണ്ടെന്ന് പറയുന്നു. ഈ ആരോപണങ്ങൾ ആവർത്തിക്കുന്നു, കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്താണ് സാബു M. ജേക്കബിന്റെ ഉദ്ദേശം? അദ്ദേഹം തെളിവുകൾ പുറത്തുവിടാൻ ഏതെങ്കിലും ഘട്ടത്തിൽ തയ്യാറാകുമെന്ന് പറയുന്നുണ്ടോ? രഞ്ജിത്ത, പ്രധാനമായും സാബു M. ജേക്കബ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ നടക്കുന്ന അന്വേഷണം, SFI അടക്കമുള്ളൊരു അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ ചില സമവാക്യങ്ങളുടെ ഭാഗമാണ്. ഈ അന്വേഷണങ്ങൾ ഒരിടത്തും തന്നെ എത്തുകയില്ല. നിലവിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ വലിയ രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ തെളിവുകൾ കയ്യിൽ വയ്ക്കുകയല്ലാതെ അത് മറ്റു നടപടികളിലേക്ക് ആരും തന്നെ നീങ്ങുകയില്ല. അതിൽ കേന്ദ്ര സർക്കാർ പ്രധാനമായും BJPയും എല്ലാം തന്നെയും ഇക്കാര്യത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ലഭിച്ചിരിക്കുന്ന തെളിവുകൾ കൊണ്ട് യാതൊരു രീതിയിലുള്ള ഒരു അന്വേഷണത്തിൽ മറ്റു നീക്കുപോക്കുകൾ ഉണ്ടാകില്ല. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്ന് ഇക്കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നവരാണ്. അത്തരത്തിലുള്ള സെറ്റിൽമെന്റുകൾ തന്നെയാണ് ഈ കാര്യത്തിനും ഉണ്ടാകുക എന്നാണ് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സാബു M. ജേക്കബ് പറയുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഇത്തരം രീതിയിലുള്ള അഴിമതികൾ, അത്തരം കാര്യങ്ങളിലുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട്, അത്തരം കാര്യങ്ങളിൽ തെളിവുകളുണ്ട്. പക്ഷേ ഇതുവരെയും താനത് പരസ്യമായിട്ട് തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ തെളിവുകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണെങ്കിൽ തനിക്കെതിരെ ആ കേസോ മറ്റു കാര്യങ്ങളോ മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട് അത് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെ ഭയക്കുന്നുണ്ടാകും തനിക്കെതിരെ കേസുമായി മുന്നോട്ട് വരാനെന്നാണ് പറയുന്നത്. അത് ആവശ്യം വേണ്ട സമയത്ത് തൻ്റെ കയ്യിൽ ആവശ്യമായ തെളിവുകൾ തൻ്റെ കയ്യിൽ സുരക്ഷിതമായി ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. താൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ 2022 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. തീർച്ചയായും അവിടെ കാര്യമായ രീതിയിൽ തന്നെ 2020 മേധാവിത്വം പുലർത്താൻ കഴിയുമെന്ന കാര്യവും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സ്വപ്ന സുരേഷിന്റെ കാര്യം കൂടി ഡാനി സാബു M. ജേക്കബ് പറയുന്നുണ്ട്. കാരണം സ്വപ്ന നിരവധി തെളിവുകൾ ഹാജരാക്കി, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. SFI അന്വേഷണവും നമുക്കറിയാം തുടക്കത്തിലെ ഒരു വലിയ സംഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഏതാണ്ട് ഒരു മന്ദഗതിയിലായ മട്ടാണ്. ചില കേസുകൾ കോടതിയിൽ നടക്കുന്നു എന്നൊക്കെയാണ് ന്യായീകരണം. പക്ഷെ അപ്പോഴും ഈ തെളിവുകൾ ഹാജരാക്കിയാൽ പോലും
ഒരു തരത്തിലുള്ള നടപടികളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നതിന് നിരാശയിലായിരിക്കുമോ ഇത് പുറത്തുവിടാൻ സാബു ജേക്കബ് മടിക്കുന്നത്? രഞ്ജിത്ത്, അതും ഒരു പരിധിവരെ സത്യമാണ്. കാരണം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയവരെല്ലാം എവിടെയാണ്? സ്വപ്ന സുരേഷിന് എന്തു സംഭവിച്ചു? സ്വപ്ന സുരേഷ സംസ്ഥാനത്തേക്ക് വരാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ ഇവിടെ CPM സെന്ററുകളിൽ നിന്ന് തുടർച്ചയായി അവരെ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സംസ്ഥാനത്തേക്ക് കടന്നു വരാൻ പോലും കഴിയുന്നില്ല. ഒരു സുരക്ഷിതത്വം പോലും ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നവർക്ക് ആരും തന്നെ നൽകുന്നുമില്ല. അതുകൊണ്ട് BJP ആയിരുന്നു ആദ്യഘട്ടത്തിൽ അവരെ തുണച്ചിരുന്നത്, സ്വപ്ന സുരേഷിനെ തുണച്ചിരുന്നത്. വലിയ രീതിയിലുള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും വെളിപ്പെടുത്തലുകളും അവർക്കുണ്ടായി. പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ ഈ കാര്യങ്ങളിലുണ്ട്, അന്വേഷണത്തെ അത് ഏത് രീതിയിൽ തന്നെ ബാധിച്ചു എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട്. ഇവരെ സംരക്ഷിക്കാൻ BJP പോലും ഒരു ഘട്ടത്തിലും മുന്നോട്ട് വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഇതെല്ലാം തന്നെയും ഒരു സെറ്റിൽമെൻറ്റുകളുടെ ഭാഗമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ അന്വേഷണവും ഇവർ ഒരുമിച്ചിരുന്ന് തീർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാവും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു തുറന്നു പറച്ചിലുകളിലേക്ക് ഈ ഘട്ടത്തിൽ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നതാണ്. തനിക്കെതിരെ നീങ്ങിയാൽ ഇതെല്ലാം തന്നെ തനിക്ക് പുറത്തു കൊണ്ടുവരാൻ യാതൊരു മടിയുമില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. വ്യക്തമായ രീതിയിലുള്ള തെളിവുകളുണ്ട്, അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. മുൻപ് വെളിപ്പെടുത്തലുകൾ നടത്തിയവരുടെ ഗതി എന്താണെന്ന് കൂടി അന്വേഷിക്കണം, പരിശോധിക്കണമെന്നത് സ്വപ്ന സുരേഷിനെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. അവർക്ക് ഒരു സംരക്ഷണവും നൽകാനും ഒരു ഘട്ടത്തിലും ആരും തന്നെ തയ്യാറായില്ല. പ്രതിപക്ഷമോ അവരെ കൂടുതൽ പിന്തുണച്ച BJP ഒരു ഘട്ടത്തിൽ പോലും അവരെയും പിന്തുണച്ചില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു സഹകരണത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് സാബു ജേക്കബ് വിലയിരുത്തുന്നത്. രഞ്ജിത്ത്. ശരി ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചു. റബ്ബർ വില വർധനവിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ആഗോള വിപണിയിൽ റബ്ബറിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണ് വില വർധനവിന്റെ സാഹചര്യം ഒരുങ്ങുന്നത്. സാഹചര്യം മുതലാക്കി പരമാവധി കയറ്റുമതി ഉറപ്പാക്കാൻ റബ്ബർ ബോർഡ് യോഗം വിളിച്ചു. മറ്റന്നാളാണ് യോഗം. ശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആഗോള വിപണിയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് റബ്ബർ വില വർധനവിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. RSS 5-ന് ഇന്ന് 174 രൂപയാണ് ഇവിടെ വില. അത് 217 രൂപയാണ് ആഗോള വിപണിയിലെ വില വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ദൗർലഭ്യമാണ് ആഗോള വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് റബ്ബറിന് ഡിമാൻഡ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യം മുതലെടുക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും റബ്ബർ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ റബ്ബർ പരമാവധി കയറ്റുമതി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനത്തിന് അവർ നീക്കം നടത്തുന്നു. ഈ മാസം 15-ന് കോട്ടയത്ത് ഈ സംരംഭകരുടെ അടക്കമുള്ള യോഗം റബ്ബർ ബോർഡ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. പരമാവധി കയറ്റുമതി ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും ഈ യോഗത്തിൽ ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും റബ്ബർ കഴിഞ്ഞ കുറേ കാലമായി റബ്ബർ വില വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം രാഷ്ട്രീയ മുന്നണികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ, താങ്ങുവില പ്രഖ്യാപനമൊക്കെ നടത്തണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഈ താങ്ങുവില പ്രഖ്യാപനത്തിന് ഇതൊരു കാർഷിക ഉൽപ്പന്നം എന്ന നിലയിലല്ല പരിഗണിക്കുന്നത്, വ്യാവസായിക ഉൽപ്പന്നം എന്ന നിലയിലായതുകൊണ്ട് താങ്ങുവില നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം. സംസ്ഥാന സർക്കാരും 250 രൂപ താങ്ങുവില ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അതിപ്പോഴും 170-ൽ നിൽക്കുകയാണ്. 200-എങ്കിലും പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ജോസ് കെ മാണി ഉൾപ്പെടെ കേരള കോൺഗ്രസുകാർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെറും 10 രൂപ കൂട്ടാൻ മാത്രമാണ് കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാനം തയ്യാറായത്. എന്തായാലും ഇങ്ങനെ സർക്കാരുകളുടെയൊക്കെ ഇടപെടലുകൾക്ക് അപ്പുറത്തേക്ക് സ്വാഭാവികമായി റബ്ബർ വില ഉയരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണേണ്ടത്. അത് ഒരുപക്ഷെ 250 രൂപയും കടന്ന് മുന്നോട്ട് പോയേക്കാം എന്നുള്ള സാധ്യതയാണ് ഇപ്പോൾ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. കണ്ടത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ രാമേശ്വരം കഫേ സ്ഫോടനത്തിലെ മുഖ്യ കണ്ണിയെന്ന് സംശയിക്കുന്ന ഒരാൾ കസ്റ്റഡിയിൽ. ബെല്ലാരി ജില്ലയിൽ നിന്നുള്ള സയ്യിദ് ഷബീറിനെയാണ് NIA സംഘം കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്ക് IS ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇയാളിലേക്ക് എത്തിയത്. സ്ഫോടനത്തിന് ശേഷം ബസ്സിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയുടെ CCTV ദൃശ്യങ്ങൾ NIA പുറത്തുവിട്ടിരുന്നു. മാർച്ച് 1-ന് രാമേശ്വരം കഫേയിലുണ്ടായ IED സ്ഫോടനത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. കട്ടപ്പന ഇരട്ടക്കൊല കേസിലെ 1-ാം പ്രതി നിതീഷിന്റെ കസ്റ്റഡി നീട്ടിക്കിട്ടാൻ അപേക്ഷ സമർപ്പിച്ച പോലീസ്. നിതീഷിനെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി. കേസിൽ തുടരന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്.
ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. 17 മത്സരങ്ങളിൽ നിന്ന് 36 പോയിന്റുമായി പട്ടികയിൽ 2ാം സ്ഥാനത്താണ് മോഹൻ ബഗാൻ. 17 മത്സരങ്ങളിൽ നിന്ന് 29 പോയിന്റുമായി 5ാമതുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ 4-ൽ എത്താൻ ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6010, പവന് 48,80. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5010, പവന് 40,80. വെള്ളി ഗ്രാമിന് 79, കിലോയ്ക്ക് 79,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതോടെ പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. വോട്ടിനൊരുങ്ങുന്ന കേരളത്തിന്റെ മനസ്സിലെന്ത്? 1,00,000-ലേറെ ജനങ്ങൾ പങ്കെടുത്ത ഏറ്റവും വലിയ അഭിപ്രായ സർവേ ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ വൈകിട്ട് 6 മുതൽ